ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ആലപ്പി സ്റ്റൈൽ ഫിഷ് കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം, ഉലുവ ഇട്ട് കൊടുക്കാം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം, 6 അല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം, ഒരു 8 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ അരച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ തന്നെ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. തിളയ്ക്കാതെ തന്നെ നമുക്ക് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഓഫാക്കി കഴിഞ്ഞും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചുമന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ മീൻ കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആലപ്പി ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.